ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ കാണുന്ന എല്ലാവർക്കും പ്രഭാതവന്ദനം. 1 ശമൂവേൽ 9-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം കാണുന്നു. കീശിൻ്റെ മകനായ ശൗൽ തൻ്റെ അപ്പൻ്റെ കഴുതുകളെ കാണാതുകൊണ്ട് അതിനെ തേടി ഇറങ്ങുന്ന ഒരു യാത്ര നാം അവിടെ കാണുകയാണ്. ശൗൽ അനേകം നാടുകളിൽ പോയി അന്വേഷിച്ചിട്ടു ആ കഴുതുകളെ വീണ്ടെടുക്കുവാനോ കണ്ടെടുക്കുവാനോ സാധിച്ചില്ല. പക്ഷെ അതേസമയം ശമൂവേൽ എന്ന പ്രവാചകനോട് യഹോവ അരുളി ചെയ്തു, ബെന്യാമിൻ ഗോത്രത്തിലുള്ള ഒരുത്തൻ നിന്നെ കാണാൻ വരും. അവനെ ഞാൻ ഇസ്രായേലിൻ്റെ രാജാവായി തിരഞ്ഞെടുത്തുകൊണ്ട് അവൻ്റെ മേൽ നീ അഭിഷേക തൈലം ഒഴിക്കണം. അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് ശമൂവേലിനുണ്ടായിരുന്നു. ശൗൽ ആ കഴുതുകളെ തേടി ഇറങ്ങുമ്പോൾ തൻ്റെ മനസ്സിൽ കഴുതുകൾ മാത്രമേ ഉള്ളൂ. അതിനെ വീണ്ടെടുക്കാമെന്ന് മാത്രമായിരുന്നു തൻ്റെ ലക്ഷ്യം. പക്ഷെ താൻ കഴുതുകളെ തപ്പി ഇറങ്ങുമ്പോഴും യഹോവ അവനെക്കുറിച്ച് കരുതിയിരുന്നുകൊണ്ട് അവനെക്കുറിച്ച് എന്തുദ്ദേശിച്ചോ അല്ലെങ്കിൽ അവൻ്റെ മേൽ അഭിഷേക തൈലം ഒഴിക്കേണ്ടത് കൊണ്ട് അവനെ ആ പ്രവാചകൻ്റെ അടുത്ത് എത്തിക്കുക യഹോവയുടെ ലക്ഷ്യമായതുകൊണ്ട് ആ കഴുതുകളെ തപ്പി ഇറങ്ങിയതോ അവൻ്റെ ജീവിതത്തിൽ ഒരു മുഖാന്തരം മാത്രമായിരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, ജോലിയിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യണമെന്ന് വിചാരപ്പെട്ട് ഭാരപ്പെടുമ്പോൾ, ദൈവമക്കളെ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാനൊരു കാര്യം പറയാം. നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങൾ ദൈവത്തിന് നിന്റെ മേൽ എടുക്കേണ്ട മഹത്വത്തിന് ഒരു മുഖാന്തര കാരണം മാത്രമാണെന്ന് വിശ്വസിക്കാം. പുതിയ നിയമത്തിൽ നമ്മൾ മറ്റൊരു കഴുതയുടെ കഥ കേൾക്കുന്നുണ്ട്. കെട്ടപ്പെട്ട് കിടക്കുന്ന ഒരു കഴുത. അനേകം കഴുതകൾ നാട്ടിലൂടെ സ്വാതന്ത്ര്യത്തോടെ നടക്കുമ്പോൾ ആ കഴുതകളൊക്കെ കണ്ടിട്ടുണ്ടാകാം ഈ കെട്ടപ്പെട്ട് കിടക്കുന്ന കഴുത. ഒരുപക്ഷെ ഈ കെട്ടപ്പെട്ട് കിടക്കുന്ന കഴുതയെ പരിഹസിച്ച് ചിരിച്ചിട്ടുണ്ടാകാം. പക്ഷേ യേശുവിന് ആ കഴുതേനെ കൊണ്ടൊരു ആവശ്യമുണ്ടായിരുന്നുകൊണ്ടാണ് ആ കഴുത കെട്ടപ്പെട്ട് കിടന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില കെട്ടുകൾ വരുമ്പോൾ, ചില ബന്ധനങ്ങൾ അല്ലെങ്കിൽ ചില തടസ്സങ്ങൾ വരുമ്പോൾ വിശ്വസിക്കുക, ദൈവത്തിന് നിന്റെ മേൽ മഹത്വം എടുക്കാനുണ്ട്, ദൈവത്തിന് അതിന്മേൽ പ്രവർത്തിക്കാനുണ്ട്. പിന്നെ നമ്മൾ കണ്ട എല്ലാവരും തഴഞ്ഞ ആ കഴുതയുടെ പുറത്ത് യേശു അതിന് വാഹനമായി നടന്നുവെന്ന് നമുക്ക് വചനത്തിൽ വായിച്ചു. ഇസ്രായേൽ ഗോത്രത്തിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ഏറ്റവും ചെറിയ ഗോത്രമായ ബെന്യാമിൻ ഗോത്രത്തിൽ നിന്ന് ശൗലിനെ തിരഞ്ഞെടുത്ത ദൈവം. നീ നിന്റെ കുടുംബമായി നോക്കിയിട്ടല്ല, നിന്റെ കഴിവുകൾ നോക്കിയിട്ടല്ല, നിന്റെ പ്രാഗൽഭ്യം നോക്കിയിട്ടല്ല, നീ അല്പനെന്ന് വിചാരിച്ച് നിന്നോട് ദയ തോന്നി, നീ അപാത്രനെന്ന് മനസ്സിലാക്കിയ ദൈവം നിന്നോട് ദയ തോന്നി നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ അത് ദൈവത്തിന് നിന്റെ മേൽ മഹത്വം എടുക്കാനുള്ള മുഖാന്തരം മാത്രമെന്ന് വിശ്വസിക്കുക. ദൈവമക്കളെ, വചനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഞാൻ പറയട്ടെ, നീ ആയിരിക്കുന്ന അവസ്ഥ നിന്നെ തകർക്കുവാനല്ല, ദൈവം നിന്റെ മേൽ മഹത്വം എടുക്കുവാനും അത് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനും ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്ത ദൈവം, കെട്ടപ്പെട്ട് കഴുതയുടെ മേൽ വാഹനമേറിയ യേശു. അങ്ങനെയാണെങ്കിൽ നിന്റെ അവസ്ഥകളുടെ മേൽ ദൈവം നിയന്ത്രണം എടുക്കുകയും അതൊരു അനുഗ്രഹമായി തീർക്കുകയും പിന്നീട് നിനക്കത് സന്തോഷിക്കുകയും